VPYITയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഇയർ വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷനിലെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും പ്രോബ്ലംസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി പോയിൻറ്റ് അറ്റ് വിച്ച് ഓൾ ദി വെയ്റ്റ് ഓഫ് ദി ബോഡി കോൺസെൻട്രേറ്റഡ്? ഒരു ബോഡിയുടെ എല്ലാ വെയ്റ്റും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിൻറ്റിനെ പറയുന്ന പേരെന്ത്? ഓപ്ഷൻസ്: ഇനീഷ്യൽ വെയ്റ്റ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, സെൻട്രോയിഡ്, സെൻട്രൽ പോയിൻ്റ്. ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നതാണ്. ഒരു ബോഡി നിർമ്മിച്ചിരിക്കുന്നത് ഒന്നിലേറെ പാർട്ടിക്കിൾസ് കൊണ്ടാണ്. ഈ ഓരോ പാർട്ടിക്കിൾസ് നിന്നും ഒരു ഫോഴ്സ് എർത്തിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഓരോ ഫോഴ്സും ഒരു പോയിന്റിൽ ബാലൻസ് ചെയ്തിരിക്കുന്നു. ഈ പോയിന്റിനെ പറയുന്ന പേരാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അതായത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഈസ് ദി പോയിന്റ് ത്രൂ വിച്ച് ദി റിസൾട്ടൻ്റ് ഓഫ് ദി വെയ്റ്റ് ഓഫ് ഓൾ പാർട്ടിക്കിൾസ് ഓഫ് ദി ബോഡി ആക്ട്. അതായത് ഒരു ബോഡിയുടെ എല്ലാ പാർട്ടിക്കിൾസിൻ്റെയും വെയ്റ്റിൻ്റെ റിസൾട്ടൻ്റ് ആക്ട് ചെയ്തിരിക്കുന്ന പോയിൻറ്റിനെയാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സോളിഡ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു വോളിയം ഉള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ ആ പോയിൻറ്റിനെ പറയുന്ന പേരാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. എന്നാൽ ഇതൊരു 2 ഡയമെൻഷണൽ അല്ലെങ്കിൽ ഒരു ലാമിന അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ഫിഗർ അല്ലെങ്കിൽ ഒരു ഏരിയയുള്ള ഒരു ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റീനെ സെൻട്രോയിഡ് എന്നാണ് പറയുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എഫക്റ്റ് ദി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ്? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന ഏതാണ്? ഓപ്ഷന് വെയ്റ്റ്, മാസ്, ഡെൻസിറ്റി, ഷേപ്പ്. ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, മാസ് എന്നതാണ്. ഒരു ബോഡിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത് മാസ്സാണ്. ഒരു ബോഡിയുടെ മാസ് മാറുന്നതിനനുസരിച്ച് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ചേഞ്ച് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആ ബോഡിയുടെ മാസ്സാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നത്. അല്ലാതെ വെയ്റ്റോ ഡെൻസിറ്റിയോ ഷേപ്പോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയംസ് എക്സാമ്പിൾ ഈസ് എ കോൺ റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ടോപ്പ്? ഒരു കോണ് അതിൻ്റെ ടോപ്പിൽ റെസ്റ്റ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയത്തിൻ്റെ എക്സാമ്പിളാണ്? ഓപ്ഷൻ സ്റ്റേബിൾ, ന്യൂട്രൽ, അൺസ്റ്റേബിൾ, ഹൊറിസോണ്ടൽ. ഈ ക്വസ്റ്റിൻ്റെ ആൻസർ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്നാണ്. ഒരു ബോഡിയുടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിൻ്റെ റിസൾട്ടൻ്റ് 0 ആണെങ്കിൽ ആ ബോഡി ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. ഇക്വിലിബ്രിയത്തെ 3 സ്റ്റേറ്റായിട്ട്, സ്റ്റേബിൾ ഇക്വിലിബ്രിയം, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, അതുപോലെ ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന 3 സ്റ്റേറ്റ് ഉണ്ട്. ഒരു ഒബ്ജക്റ്റിൽ അതിൻ്റെ പൊസിഷനിൽ ചെറുതായിട്ട് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് പഴയ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണെങ്കിൽ അതിനെ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നു. അതിനൊരു എക്സാമ്പിളാണ് ഒരു കോൺ അതിൻ്റെ ബേസിൽ റെസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഒരു ഒബ്ജക്റ്റിന് ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുമ്പോൾ അത് പഴയ ഷേപ്പിലേക്ക് തന്നെ അല്ലെങ്കിൽ പഴയ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചെത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നു. അതിനൊരു എക്സാമ്പിളാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ. ഒരു കോണ് അതിൻ്റെ ടോപ്പിൽ റെസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഒരു ഒബ്ജക്റ്റിന് ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുമ്പോൾ അത് പഴയ പൊസിഷന് പോലെ തന്നെ ഒരു പുതിയ പൊസിഷൻ വയ്ക്കുകയാണെങ്കിൽ അതിനെ ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്നും പറയുന്നു. ഇങ്ങനെ 3
ഇക്വിലിബ്രിയം സ്റ്റേറ്റുകളാണ് ഉള്ളത്. സ്റ്റേബിൾ ഇക്വിലിബ്രിയം, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, ന്യൂട്രൽ ഇക്വിലിബ്രിയം. ഒരു കോണ് അതിൻ്റെ സൈഡ് വൈസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നത് ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിന് എക്സാമ്പിളാണ്. ഒരു ബോഡി ഇക്വിലിബ്രിയം അച്ചീവ് ചെയ്യണമെങ്കിൽ 3 കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ, algebraic sum of horizontal components of all the forces acting on the body must be 0. എല്ലാ ഫോഴ്സുകളുടെയും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിൻ്റെ അൾജിബ്രിക് സമ്മ് 0 ആയിരിക്കണം. അടുത്ത കണ്ടീഷൻ, algebraic sum of vertical components of all the forces acting on the body must be 0. ഒരു ബോഡിയുടെ എല്ലാ ഫോഴ്സുകളുടെയും വെർട്ടിക്കൽ കമ്പോണൻസിൻ്റെ അൾജിബ്രിക് സമ്മ് 0 ആയിരിക്കണം. അടുത്ത കണ്ടീഷൻ, algebraic sum of moments of all the forces acting on the body must be 0. ഒരു ബോഡിയുടെ എല്ലാ ഫോഴ്സുകളുടെയും മൊമെൻറ്റ്സിൻ്റെ അൾജിബ്രിക് സമ്മ് 0 ആയിരിക്കണം. ഈ കണ്ടീഷൻസുകൾ ഒക്കെ പാലിച്ചെങ്കിൽ മാത്രമേ ആ ബോഡി ഇക്വിലിബ്രിയത്തിലെത്തി എന്ന് പറയാൻ പറ്റൂ. അടുത്തത്, ഓരോ ഷേപ്പുകളുടെയും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കാണേണ്ട ഇക്വേഷൻസിനെ ഡിസ്കസ് ചെയ്യാം. ഒരു സർക്കിൾ ആണെങ്കിൽ ആ സർക്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നത് അതിൻ്റെ സെൻറ്റർ പോയിൻറ്റിലായിരിക്കും. ഒരു സ്ക്വയർ, റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ഒരു പാരലലോഗ്രാം ആണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നത് അതിൻ്റെ ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും. ഒരു ട്രയാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നത് ബേസിൽ നിന്നും 1/3 ഹൈറ്റിലായിരിക്കും. ഒരു റൈറ്റ് സർക്കുലർ സോളിഡ് കോൺ ആണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നത് ബേസിൽ നിന്നും 1/4 ഹൈറ്റ് ആയിരിക്കും. ഒരു സെമി സർക്കിൾ ആണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നത് 4r/3π ഡിസ്റ്റൻസിലായിരിക്കും. ഒരു ഹെമിസ്ഫിയർ ആണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നത് 3r/8 എന്ന ഡിസ്റ്റൻസിലായിരിക്കും. ഒരു ട്രപ്പീസിയം ആണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നത് h/3 × a + 2b/a + b ആയിരിക്കും. A and B is the sides of the trapezium. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫൈൻഡ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ഗിവൺ ലാമിന. തന്നിരിക്കുന്ന ലാമിനയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കാണാനാണ് ചോദ്യം. ഒരു ബോഡിയുടെ അല്ലെങ്കിൽ ഒരു ലാമിനയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ലാമിന ഏത് ആക്സിസിലാണ് സിമെട്രി പാലിക്കുന്നത് എന്ന് നോക്കണം. എക്സ് ആക്സിസിലാണോ വൈ ആക്സിസിലാണോ സിമെട്രി പാലിക്കുന്നത് എന്ന് നോക്കണം. സിമെട്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയിരിക്കണം. ഈ ലാമിനയുടെ എക്സ് ആക്സിസിലാണ് സിമെട്രി പാലിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കിടക്കുന്നത് എക്സ് ആക്സിസിലായിരിക്കും എന്നാണ് അർത്ഥം. ഈ ലാമിനയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കാണേണ്ട ഇക്വേഷൻ x = a1x1 + a2x2 all divided by a1 + a2. a1 എന്നത് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ആണ്. ഈ ലാമിനയിൽ 2 ഫിഗേഴ്സാണ് ഉള്ളത്, ഒരു റെക്റ്റാങ്കിളും ഒരു ട്രയാങ്കിളും. റെക്റ്റാങ്കിളിൻ്റെ ഏരിയനെ a1 എന്നും റെക്റ്റാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റീനെ x1 എന്നും മാർക്ക് ചെയ്യാം. ട്രയാങ്കിളിൻ്റെ ഏരിയനെ a2 എന്നും അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റീനെ x2 എന്നും മാർക്ക് ചെയ്യാം. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എപ്പോഴും മെഷർ ചെയ്തിരിക്കേണ്ടത് ഒരു ബേസിൽ നിന്നായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് സൈഡിൽ നിന്നായിരിക്കണം. ഇത് നമുക്ക് AD എന്നതൊരു ഫിക്സഡ് സൈഡാക്കി എടുക്കാം. അങ്ങനെയെങ്കിൽ ഈ ADയിൽ നിന്നുമായിരിക്കണം ഈ റെക്റ്റാങ്കിളിൻ്റെയും അതുപോലെ തന്നെ ട്രയാങ്കിളിൻ്റെയും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റികൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആദ്യം റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നതാണ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണേണ്ട ഇക്വേഷൻ.
റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് 10 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ 10 ഇൻറ്റു 5 ചെയ്യുന്ന സമയത്ത് 50 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. റെക്റ്റാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നത് എഡിയിൽ നിന്നും ലെങ്ത്ത് എക്സ് ആക്സിസിൽ റെക്റ്റാങ്കിളിൻ്റെ പകുതി ഡിസ്റ്റൻസിലായിരിക്കും. ദാറ്റ് മീൻസ് അത് 10/2, ദാറ്റ് മീൻസ് 5 സെൻറ്റിമീറ്ററിലായിരിക്കും. A2 എന്നത് ട്രയാങ്കിളിൻ്റെ ഏരിയയാണ്. ട്രയാങ്കിളിൻ്റെ ഏരിയ കാണേണ്ട ഇക്വേഷൻ ഹാഫ് BH എന്നതാണ്. ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് 5 സെൻറ്റിമീറ്റർ, ബേസ് 5 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഏരിയ കാണുമ്പോൾ ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 5 12.5 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഏരിയ കാണേണ്ടത് ഇങ്ങനെയാണ്. ഈ ട്രയാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എങ്ങനെയെന്ന് നോക്കാം. ട്രയാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കാണേണ്ട ഇക്വേഷനാണ് 1/3 ഇറ്റ്സ് ഹൈറ്റ്. ഹൈറ്റിൻ്റെ 1/3. ട്രയാങ്കിളിൻ്റെ ബേസിൽ നിന്നും 1/3 ഹൈറ്റിലായിരിക്കും ട്രയാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നത്. ഹൈറ്റ് തന്നിട്ടുണ്ട് 5 സെൻറ്റിമീറ്റർ എന്ന്. അതായത് 1/3 ഇൻറ്റു 5 ചെയ്തിട്ടുണ്ടെങ്കിൽ 1.67 സെൻറ്റിമീറ്ററിലായിരിക്കും ട്രയാങ്കിളിൻ്റെ ബേസ് BCയിൽ നിന്നുമുള്ള സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നത്. പക്ഷേ നമുക്ക് വേണ്ടത് AD എന്ന ബേസിൽ നിന്നുമുള്ള സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ട്രയാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി BCയിൽ നിന്നും ട്രയാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി 1.67 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അതോടുകൂടി എന്ത് കൂട്ടുക? ADയിൽ നിന്നുമുള്ള ഡിസ്റ്റൻസും കൂടി കൂട്ടുക. ADയിൽ നിന്നും ട്രയാങ്കിളിൻ്റെ ബേസ് വരെ 10 സെൻറ്റിമീറ്റർ ആണുള്ളത്. അപ്പോൾ 10 സെൻറ്റിമീറ്റർ പ്ലസ് 1.67 സെൻറ്റിമീറ്റർ ചെയ്യുമ്പോൾ 11.67 സെൻറ്റിമീറ്ററിലായിരിക്കും ADയിൽ നിന്നും ട്രയാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വാല്യൂസൊക്കെ തന്നിരിക്കുന്ന ഇക്വേഷനിൽ കൊടുക്കാം. x = a1 x1 പ്ലസ് a2 x2 ബൈ a1 പ്ലസ് a2 എന്നുള്ളതിലേക്ക് ഈ വാല്യൂസൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6.334 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അതായത് ഈ ലാമിനയുടെ AD എന്ന ബേസിൽ നിന്നും 6.334 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലായിരിക്കും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നിൽക്കുന്നത്. ആ പോയിന്റിലായിരിക്കും ഈ ലാമിന ബാലൻസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ തന്നിരിക്കുന്ന ലാമിനയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണക്കാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വേർ ഇസ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇൻ T സെക്ഷൻ? തന്നിരിക്കുന്ന T സെക്ഷൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കാണാനാണ്. ആദ്യം ശ്രദ്ധിക്കേണ്ടത് തന്നിരിക്കുന്ന T സെക്ഷനിൽ ഏത് ആക്സിസിലാണ് സിമെട്രി എന്നാണ്. തന്നിരിക്കുന്ന T സെക്ഷൻ Y ആക്സിസിലാണ് സിമെട്രി ഇരിക്കുന്നത്. Y ആക്സിസിൽ സിമെട്രി മീൻസ് Y ആക്സിസിൽ കട്ട് ചെയ്യുമ്പോഴാണ് ഈ T സെക്ഷൻ 2 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നത്. അതായത് ഈ T സെക്ഷൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി Y ആക്സിസിലാണ് നിൽക്കുന്നത്. ഈ T സെക്ഷനെ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഓരോ പാർട്സിനെയും 1 എന്നും 2 എന്നും ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. ഈ 2 റെക്റ്റാങ്കിളും ആണ് ഈ T സെക്ഷൻ്റെ പാർട്സ് എന്ന് പറയുന്നത്. ഈ 2 റെക്റ്റാങ്കിളിൽ നിന്നും ഒരു പോയിൻ്റ് ബേസ് ആക്കി എടുക്കുക. A1 എന്നത് ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, Y1 എന്നത് ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, A2 എന്നത് സെക്കൻഡ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, അതേപോലെ Y2 എന്നത് സെക്കൻഡ് റെക്റ്റാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഇത് ബേസ് നമുക്ക് T സെക്ഷൻ്റെ ബോട്ടത്തിൽ നിന്നും എടുക്കാം. അങ്ങനെയെങ്കിൽ ഓരോന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം A1 ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണേണ്ട ഇക്വേഷൻ 3 × 10 ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. 3 × 10 ചെയ്യണ സമയത്ത് 30 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 30 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും.
ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ദി ബേസ് ഈസ് അതിൻ്റെ ലെങ്ത്തിൻ്റെ പകുതി ഡിസ്റ്റൻസിലായിരിക്കും. അതായത് 10/2 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. സെക്കൻഡ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 12 × 3 എന്ന് കൊടുത്താൽ 36 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന സെയിം ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് റെക്റ്റാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം സെക്കൻഡ് റെക്റ്റാങ്കിളിൻ്റെ ബേസ് എന്നുവെച്ച് 3/2 എന്നതാണ്. നമുക്ക് വേണ്ടത് ഫ്രം ബോട്ടം ആണ്. ഈ ബോട്ടത്തിൽ നിന്നും ഉള്ള ഡിസ്റ്റൻസ് കൂടി നമുക്ക് എന്ത് ചെയ്യണം? സെക്കൻഡ് റെക്റ്റാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്ക് ആഡ് ചെയ്യണം. ബോട്ടത്തിൽ നിന്നും 10 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ എന്ത് കൂട്ടണം? സെക്കൻഡ് റെക്റ്റാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും കൂടി കൂട്ടണം. സെക്കൻഡ് റെക്റ്റാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കിട്ടിയിരിക്കുന്നത് 1.5 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ കൂടെ 10 സെൻറ്റിമീറ്ററും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ 11.5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അതായത് സെക്കൻഡ് റെക്റ്റാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ദി ബേസ് ഈസ് 11 സെൻറ്റിമീറ്റർ എന്നതാണ്. ഈ വാല്യൂസൊക്കെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റീൻ്റെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യും. ഈ വാല്യൂസൊക്കെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റീൻ്റെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് A1 × Y1 എന്നത് 30 × 5 പ്ലസ് A2 × Y2 എന്നത് 36 × 11.5 ഓൾ ഡിവൈഡഡ് ബൈ A1 പ്ലസ് A2 എന്നത് 30 പ്ലസ് 36. ഈ വാല്യൂസ് കൊടുക്കുന്ന സമയത്ത് 8.54 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അതായത് ഈ T സെക്ഷൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നത് ഇതിൻ്റെ ബോട്ടത്തിൽ നിന്നും Y ആക്സിസിൽ 8.54 സെൻറ്റിമീറ്ററിലായിരിക്കും. ഈ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോയിലെ എല്ലാ ഡൗട്ട്സും താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. താങ്ക് യു.